ഷൗക്കത്ത് എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 500 കൊടുത്ത് ഏഞ്ചട്ടോ നാളെ കേട്ടോ. ഇത് പൈസ തന്നിട്ട് കൊണ്ടായാ മതി. എത്ര പോ സാധനം വാങ്ങാൻ പറയുകയും ചെയ്ത് ഇപ്പൊ മരുന്ന് വാങ്ങാനുള്ള പൈസ മാത്രമല്ല അതെടുത്തിട്ട് സാധനം വാങ്ങിയാലോ. മയം പെയ്യും ഇപ്പൊ ആകെ 500 ഉണ്ട്. ഇപ്പൊ സാധനം വാങ്ങണം, മരുന്നും വാങ്ങണം, എന്താ ചെയ്യാ? ആ സാധനം കടയിൽ പോയി ചോദിച്ചോ എന്താ ചെയ്യ. സാധനം ഇയാളോട് ചോദിച്ചു നോക്കിയാലോ. ഏതായാലും പൈസയും കൊടുക്കാണ്ട്. ആകെ കുറച്ച് സാധനം തരുമോ? എന്താ വേണ്ടേ? എന്തൊക്കെയാ വേണ്ടേ? ആകെ ഒരു 10 മുട്ട വേണം, 1 കിലോ ഉരുളക്കിഴങ്ങ്. വെറുതെ വേണോ? വേറൊന്നും വേണ്ട മതി. ആക്കെ എന്നത് പിന്നെ എടുക്കട്ടോ. പിന്നെ പരിപാടി ഇല്ല നോക്കത്തെ. ഉള്ളത് പണ്ടത്തെ തന്നെ ബാക്കിയുണ്ട്. പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കല്ലേ അവിടെ വെച്ചാൽ. ഇത് പൈസ തന്നിട്ട് കൊണ്ടായാ മതി. എന്താ അറിയോ, നമ്മക്കിത് കിട്ടൂല കേട്ടോ. ടൗൺ അയച്ചോ ഒരു 3 കിലോ ആറി. 3 കിലോ അതെ. എത്ര പൈസ കിലോ? എത്ര? 120 റുപ്യ. അല്ലേ? 3 കിലോ എടുത്തോ. 248 കേട്ടോ. ഇത് ഏഞ്ചട്ടോ ഓക്കെ നാളെ കേട്ടോ. ഭായിമാർക്കേ കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഒരു ആഴ്ചക്ക് കറക്റ്റ് കൊടുന്നേരും. കാരണം അവർക്ക് നമ്മള് കറക്റ്റ് ആശ്രയമാണ്. അവർക്ക് നമ്മളൊരു ആശ്രയമാണ്. കറക്റ്റ് കൊടുന്നേരും. അതേമാതിരി സാധനം വാങ്ങാനും വരും. നമുക്ക് കുഴപ്പമില്ല, കറക്റ്റ് കൊടുക്കാൻ കഴിയും. അതൊക്കെ 1 കിലോ പഴം എത്ര പോ? അത് 50 റുപ്യ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാനേ പല്ലിന് 2 ഓട്ട. അപ്പൊ ആ ഫൈസൽ ഡോക്ടറെ അടുത്ത് അമ്മാസിലൊന്ന് പോകാൻ വേണ്ടിട്ടേ പോകാൻ നിൽക്കുക. രാത്രി പോയാൽ പൂട്ടിയിട്ട് ചേർന്ന് ഞാൻ പോയിട്ട് ഓട്ടം നടച്ചിട്ടെ. ഫൈസൽ ഡോക്ടറെ അടുത്തൊന്നും പോണ്ട. നല്ല സാധനം നമ്മളത്തുണ്ട്. ഈ ഇതൊരു 4 പിടിച്ചോ, കടിച്ചാ പറിച്ചോ? കുട്ടിയെ പല്ല് പറിച്ചിട്ട് കിട്ടും. വേണ്ട. അപ്പൊ ഒത്തണ്ട് അടഞ്ഞിട്ട് പല്ലെടുക്കും ചെയ്യാം. സൗഖ്യത്തെ 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 ഞാൻ നിൽക്കണേ. എന്റെ അടുത്ത് 500 ഉണ്ട് എടുക്കാൻ. കുറച്ച് സാധനം വാങ്ങിന് ഇവിടുന്ന്. അപ്പൊ മൂപ്പര് കടം തരുന്നില്ല. പണിയൊന്നുമില്ല. അതിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടോ? 500 റുപ്യ എന്റെ അടുത്ത് എവിടെ വെച്ചെങ്കിൽ ഞാൻ ഒരാഴ്ചയായി പണിക്ക് വെച്ചു. ചേച്ചിക്ക് ആ സാധനം കൊടുത്താളി. ആ പാവം നിൽക്കുന്നുണ്ടില്ലേ? പൈസ ഉണ്ടാകുമ്പോഴൊക്കെ സാധനം വിടുന്നല്ലോ വാങ്ങണേ. അല്ല പൈസ ഉള്ള സമയത്ത് ഈ മാൾക്കും കൂടുകയാണ്. ഇല്ലാത്ത സമയത്താണ് വരുന്നത്. സൗഖ്യത്തെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടി എന്താ അറിയോ, ഈ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങലുണ്ടോ? ഈ അന്ന് വാങ്ങി എന്തോ പൈസ കൊടുക്കാണ്ട് നോമ്പര് വരണം. അപ്പൊ സ്ഥിരമായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് സാധനം വാങ്ങിയാൽ ഇങ്ങനെ കുടുങ്ങുമ്പോൾ ഈ അടിഞ്ഞ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് സാധനം കടം കിട്ടണമെങ്കിൽ നമ്മളെ നാട്ടിലേക്ക് വരണം. അല്ലാതെ ഈ പൈസ ഉണ്ടാകുമ്പോൾ പിന്നെ കാറെടുത്താണ്ട് വല്ല കണ്ട മാൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപോലെ തരുമോ? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പോകാൻ ഇവിടെ തന്നെ വാങ്ങിക്കൊടുക്കാൻ സാധനം കൊടുക്കും. ഞാൻ പോട്ടെ കേട്ടോ. അല്ല വയനാടുണ്ടോ മിൽക്ക്? വയനാടുണ്ടോ? എന്നാ ഒരു 3 എടുത്തോ. മിൽമാരും മതി, കുഴപ്പമില്ല. വയനാട് എടുക്കലില്ല നിങ്ങള്? വയനാട് എടുക്കലില്ല? എന്താ അറിയോ, സ്ഥിരമായിട്ട് വയനാടാ കൊണ്ടുപോകല്. ഇതിപ്പോ മിൽമയും കുഴപ്പമൊന്നുമില്ല. എടുത്തോ. ഇവന്തൊക്കെ നിക്കണ് ആകെ ആവശ്യമായിട്ട്? ഇവന്തൊക്കെ നിക്കണ്? ഒന്നുമില്ല, ഞാൻ കുറച്ച് സാധനം ഇവിടുന്ന് കടം ചോദിച്ചില്ല. അത് മൂപ്പര് തന്നില്ല. അന്ത പണിയില്ലേ ഈ ആഴ്ച പണിയില്ലേ? എന്താ അത് തരാത്ത? നീ സാധാരണ ഇവിടെ തന്നെയാണല്ലോ വാങ്ങല്. ഞാൻ ഇവിടെ തന്നെ വാങ്ങല്. ഈ ആഴ്ച പണിയൊന്നും ഇല്ലല്ലോ. എന്താ ചെയ്യാൻ ഒരു പിടുത്തമില്ല. പണിയില്ല ഈ ആഴ്ച? പണിയില്ലേതോ? പണിയില്ലാന്ന് ഈ ആഴ്ച ഒരു പണിയില്ല. അതാണ് കൊടുക്കണമെന്ന് ചെയ്യാം. അത് ഓൻ ഈ ആഴ്ച പണിയില്ലായിട്ടല്ലേ? ഓൻ പിന്നെ മഴ ഇതൊക്കെ ആയിട്ട് ഓൻ എന്തായാലും തരും. ഓൻ ഇന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നതല്ലേ. കൊടുക്കണേനൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ തന്നെ ഓൻ തരാണ്ടേ. ഇത് അട്ടിമിലട്ടി ആക്കി കഴിഞ്ഞാലേ പിന്നീട് ഓൻക്കും മടങ്ങാറാവും. നമുക്ക് അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടാവും. വണ്ടിക്കാർ വരുന്ന സമയത്ത് നമ്മൾ റെഡി പൈസ കൊടുക്കണ്ടേ? നമുക്കാരത് തരിക. പാലിന്റെ എത്രയാണ്? 90 റുപ്യ. അടുത്തോ. ഇവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക. ലോണിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനേ ഇവരൊക്കെ ഈ പൈസ കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് മാൾക്കും കൂൾക്കൊക്കെ ഉടലാണ്. ഈ പൈസ ഇല്ലാത്ത സമയത്തല്ലേ നമ്മളത്തേക്ക് വരുന്നേ. അല്ല ഓനിപ്പോ ഒരു പണി ഇല്ലാത്തൊരു വിഷമം കൊണ്ടല്ലേ ഇപ്പൊ ഈ ആഴ്ച ഓ തരും. ഇവിടെ ഉള്ളതല്ലേ, നീ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നോക്ക്. പാവല്ലേ. എന്റെ അടുത്ത് കൊടുക്കാനുള്ള പൈസ ആയിരുന്നു. ഷൗക്കത്ത് എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 500 റുപ്യ കൊടുത്ത് എന്നിട്ട് എന്താ ചെയ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ
പിന്നെ എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങാൻ നോക്ക്. നീ ഈ പുറത്തു അവിടെയൊക്കെ പോയിട്ട് സ്ഥിരമായിട്ട് വാങ്ങാത്തോണ്ടല്ലോ ഓന പറയുന്നത്. ഓനിപ്പോ കച്ചവടം ബിസിനസ് മുന്നോട്ട് കൊണ്ടുണ്ടേ. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഈ മഴക്കാലമായിട്ട് നമുക്കും കച്ചവടമൊക്കെ വളരെ മോശമല്ലേ കേട്ടോ. എന്നാ ഞാൻ പോട്ടെ, അതോട് കൊടുത്തേക്ക്. എന്തായാലും ആവശ്യം വിളിക്കേ. ശരി. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഇതുപോലെ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന ആളുകള് പണിയില്ലാത്ത സമയം വരും. ഈ ജൂൺ ജൂലൈ മാസമൊക്കെ അടിഞ്ഞ മഴ ആയിരിക്കും. അപ്പൊ ദഹന പ്രക്രിയ നല്ലോണം നടക്കും ചെയ്യും. കാരണം നല്ല ദഹനം ഉണ്ടാവും, നല്ല വിഷമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നല്ല സാധനങ്ങളും വേണ്ടി വരും. വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റും കാര്യങ്ങളും നമുക്ക് സാധനം അരി പഞ്ചസാര ഒക്കെ ആവശ്യ സാധനങ്ങളൊക്കെ എപ്പോഴും ആവശ്യമല്ലേ. പണിയുള്ള സമയത്ത് നമ്മളെ നാട്ടിൽ തന്നെ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പിന്നെ ഇതേമാതിരി കുടുങ്ങുന്ന സമയത്ത് ഈ അടിഞ്ഞ മഴത്ത സമയത്ത് നമുക്ക് പിന്നെ ആശ്രയമുള്ളത് നമ്മളെ നാട്ടിലുള്ള കടകളിലാണ്. അപ്പൊ വില നമ്മൾ നോക്കരുത്. അപ്പൊ 1-2 രൂപന്റെ കുറവ് കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പിന്നീട് ഇത്തരം ഒരു സമയം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതിപ്പോ ഇനി ഒരു സാധാരണ പലർക്ക് ഇടാമല്ല, എല്ലാ കച്ചവടക്കാരും മാക്സിമം നമ്മളെ നാട്ടിലെ ആൾക്കാരായിട്ടും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാ കച്ചവടക്കാർക്കും സാധനം വാങ്ങാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അവരോട് ചോദിക്കാം, തരാനും മടി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട്. മറ്റേത് ഇത് പണി ഉണ്ടാകുമ്പോ നമ്മളെ നാട്ടിലത്തെ കടയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇതേമാതിരി ചെയ്തിട്ടുണ്ട്, ആ ഫ്രൂട്ട്സ് കടയത്തെ. പക്ഷെ അതേമാതിരി ആയി കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മളിങ്ങനെ നോട്ടം വെക്കും. കുടുങ്ങി ഇതേമാതിരി നമ്മള് പറ്റ ക്ഷീണിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് ഒരു സാധനം പണിയൊന്നും ഇല്ലാതെ വരുമ്പോഴായിരിക്കും ഈ കടക്കാർ നമുക്ക് സാധനം തരാതെ. അപ്പോഴായിരിക്കും നമുക്ക് ടെൻഷൻ. പക്ഷെ ഈ കടക്കാർക്ക് ഇപ്പോൾ അമിതമായിട്ട് കടം തരാൻ കഴിയില്ലല്ലോ. പിന്നെ പറഞ്ഞാൽ ഒരു സാധനം ഒരു കടയിൽ നിന്ന് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ ആ വഴിക്ക് പോകില്ല. ആ വേറെ വഴി വേറെ മാറിപ്പോകും. എല്ലാവരും നമ്മളെ നാട്ടിൽ തന്നെ മാക്സിമം നാട്ടിലെ കച്ചവടക്കാരെ സപ്പോർട്ട് ചെയ്യാം. എന്നാലേ അത് നമ്മളെ എല്ലാ രീതിയിലുള്ള ബന്ധവും നിലനിൽക്കുള്ളൂ. ഇതേപോലെ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യത്തിൽ വന്ന് ചോദിക്കും ചെയ്യാം. ഇതില്ലാതെ പണിയില്ലാതെ നിൽക്കുമ്പോൾ നമ്മളെ നാട്ടുകാരെ നമ്മൾ സഹായിക്കാൻ. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും നമ്മളെ നാടിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടുന്നതാണ്.